ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് നടൻ. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുന്നതെല്ലാം വളരെ സിമ്പിളായിട്ട് എളുപ്പം മനസ്സിലാവുന്ന ഭാഷയിൽ വലിച്ചു നീട്ടാതെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇന്നത്തെ വിഷയം, ചില ചാനലുകളിൽ നിങ്ങൾ കണ്ടു കാണാം, യൂട്യൂബ് ചാനലിൽ ചിലരൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ മൈ സെക്കൻഡ് ചാനൽ അല്ലെങ്കിൽ ഫീച്ചേർഡ് ചാനൽ, അതായത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ രീതിയിൽ നമുക്കും, അതായത് നിങ്ങൾക്കും ഒരു സെക്കൻഡ് ചാനൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ സിസ്റ്ററിനോ ബ്രദറിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ കണ്ടോ, ഇതിൽ അടിയിൽ ഇങ്ങനെ കൊടുക്കും, കണ്ടോ, തലതിരിച്ചിട്ടാണ്, അത് നിങ്ങൾക്ക് കാണാം. ഞാൻ സ്ക്രീൻഷോട്ടിൽ കാണിച്ചു തരാം. ഇതേപോലെ ചാനൽ നമുക്ക് ആഡ് ചെയ്യാം, കണ്ടോ. അവർ ആരെങ്കിലും നമ്മൾ ചാനൽ നോക്കപ്പോൾ ഇത് ചാനലും അവരുമായിട്ട് ബന്ധമുണ്ട് എന്ന് മനസ്സിലാവും. ആ രീതിയിൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു 3 മിനിറ്റ്. അത് നമ്മൾ യൂട്യൂബ് തുറന്നു, ഏത് ചാനലാണോ നമുക്ക് ലിങ്ക് ചെയ്യാനുള്ളത്, അതായത് ഫീച്ചേർഡ് ചാനലായിട്ട് കൊടുക്കാനുള്ളത്, അതിന് നമ്മൾ ഓപ്പൺ ചെയ്യണം. വന്നു. ഇനി നമുക്ക് ഈ താഴെ കാണുന്നില്ലേ 3 ഡോട്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം താഴെ വന്നിട്ട് എന്ത് പറയുന്നു, ഷെയർ എന്ന് പറയുന്നു. ഷെയറിൽ ആക്കുക. അപ്പോൾ ഇവിടെ കോപ്പി ലിങ്ക്, അതിൽ പ്രസ് ചെയ്യുക. ഇവിടെ താഴെ കോപ്പീഡ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ക്ലിയർ ആയ ശേഷം നമ്മളിവിടെ നിന്നും യൂട്യൂബിൽ നിന്നും ഔട്ടാവുക. യൂട്യൂബിൽ നിന്ന് ഔട്ടായി. ഇനി നമുക്ക് ഉള്ളത് ക്രോമിലാണ്. ക്രോം എന്ന് പറയുമ്പം ഗൂഗിൾ. ഇവിടെ നമ്മൾ യൂട്യൂബ് ലോഗിൻ അടിക്കുക. യൂട്യൂബ് ലോഗിൻ അടിച്ച ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ട്, അതിൽ താക്കുക. താക്കപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ്, അതിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഇവിടെ കാണാമല്ലോ, സൈൻ ഇൻ യൂട്യൂബ്, അതിൽ താക്കുക. അപ്പോൾ ഇതിൻ്റെ ചാനലിൻ്റെ DP ഇവിടെ വന്നിട്ടുണ്ട്. അഥവാ വന്നില്ലെങ്കിൽ ഇതിൽ താക്കപ്പോഴേ ഇവിടെ യുവർ ചാനൽ ക്രിയേറ്റ് സ്റ്റുഡിയോ സ്വിച്ച് അക്കൗണ്ട്, അഥവാ നിങ്ങൾ DP അതല്ല വേറെയാണ് വന്നതെങ്കിൽ നിങ്ങൾ സ്വിച്ച് അക്കൗണ്ടിൽ താക്കപ്പോൾ കറക്റ്റായിട്ട് വരും. ഇത് എൻ്റെ ചാനൽ തന്നെ, അതുകൊണ്ട് ഞാൻ യുവർ ചാനലിൽ താക്കും. യുവർ ചാനൽ താത്തപ്പോൾ കസ്റ്റമൈസ് ചാനൽ, ഇതവിടെ കണ്ടില്ല, കസ്റ്റമൈസ് ചാനലിൽ നമ്മൾ താക്കുന്നു. വെയിറ്റ് ചെയ്യുക. studio.youtube.com ആയിക്കഴിഞ്ഞു. അപ്പോൾ താഴോട്ട് നമ്മൾ സ്കോർ ചെയ്ത് വരുമ്പോൾ ഇവിടെ കാണാം ഫീച്ചേർഡ് സെക്ഷൻ. ഫീച്ചേർഡ് സെക്ഷൻ്റെ നേരെ ഇവിടെ ആഡ് സെക്ഷനുണ്ട്. ആഡ് സെക്ഷനിൽ വീഡിയോസ്, പോപ്പുലർ വീഡിയോ, ഷോർട്ട് വീഡിയോ, ലൈവ് വീഡിയോ, ഫാസ്റ്റ് ലൈവ് സ്ട്രീംസ്, അപ്കമിങ് ലൈവ് സ്ട്രീംസ്, പ്ലേലിസ്റ്റ്, സിംഗിൾ പ്ലേലിസ്റ്റ്, ക്രിയേറ്റഡ് പ്ലേലിസ്റ്റ്, മൾട്ടിപ്പിൾ, ഇങ്ങനെ എല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാം അവസാനം താഴെ വന്നിട്ട് ഫീച്ചേർഡ് ചാനൽ, അതിൽ പ്രസ് ചെയ്യുക. ഫീച്ചേർഡ് ചാനലിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് സെക്ഷൻ ടൈറ്റിൽ, ഞാൻ ഇവിടെ ഫീച്ചേർഡ് അടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അഥവാ വേണമെങ്കിൽ സെക്കൻഡ് ചാനൽ എന്നോ എന്ത് വേണോ അടിക്കാം. ഫീച്ചേർഡ് ചാനൽ കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചില്ലേ ചാനലിൻ്റെ ലിങ്ക്, ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ചാനലിൻ്റെ DP വന്നു കഴിഞ്ഞു. ഇനി നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം ചാനലിൻ്റെ പേരെല്ലാം അവിടെ വന്നു കഴിഞ്ഞു.
ഇതവിടെ ഡൺ. ഈ ഡണ്ണിൽ നമ്മൾ പ്രസ് ചെയ്യുക. ഡണ്ണിൽ പ്രസ് ചെയ്യാൻ നേരത്തെ ഇതാ മുകളിൽ വന്നിരിക്കുന്നു പബ്ലിഷ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. വ്യൂ ചാനൽ, ക്യാൻസൽ, പബ്ലിഷ്. അപ്പം ഞാൻ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഞാനിവിടെ ക്യാൻസൽ കൊടുക്കുന്നു. നിങ്ങൾ പബ്ലിഷ് എന്ന് താക്കുക. ഇനി നമുക്ക് ഇപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫീച്ചേർഡ് ചാനൽ സെക്ഷനിൽ പോയിട്ട് നമ്മൾ ചാനലിൻ്റെ നമ്മളെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ സെക്കൻഡ് ചാനലോ എല്ലാം കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരും. വളരെയധികം വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നിങ്ങളുടെ സ്വന്തം സുരേഷ നാടൻ വീണ്ടും ഇതേപോലെ അറിവുകൾ പകർന്നു തരുവാൻ ഉടൻ വരുന്നു. ജയ് ഹിന്ദ്.